ഹായ് ഹലോ, ആരെങ്കിലും ലൈവിലുണ്ടോ? ലേറ്റായി ഉണ്ടെങ്കിൽ ഓടിപ്പോയും. അത് സാവധാനം നോക്കിയാൽ മതി. അവിടെ എന്താണ് ഗൈസ്, ഡോളറിൻ്റെ ചിഹ്നത്തിൽ കടിക്കുന്നു പുതുതായിട്ട്. ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തി. ഹലോ, വീട്ടിലെത്തിന്ന്. ഞങ്ങൾ അവിടുന്ന് KSRTC അതിൻ്റെ മുമ്പിന്ന് അല്ല, പാർക്ക് ചെയ്യാൻ അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. മലബാർ നിറങ്ങിയിട്ട് മറ്റേ മണാഞ്ചിറ അതിലങ്ങനെ ചുറ്റി സ്റ്റാൻഡിൽ കൂടി. ഇല്ല, പിന്നെ ഓളെ ബസ് കയറ്റി കൊടുത്ത് ഓള് ഷിഫ്റ്റ് കയറി. താമരശ്ശേരിയെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ചിലപ്പോൾ അളിയനെ വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ എന്താണെന്നറിയില്ല. അവളെ വിളിച്ചു നോക്കിയില്ല. ഇല്ല, എനിക്ക് ബ്ലോക്ക് കിട്ടിയില്ല. എനിക്ക് പിണറായി വിജയൻ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ണൂരേക്ക്. അപ്പോൾ റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ ശരി ഇങ്ങടെത്തി. എന്നാ ശരി ഗൈസ്. ഇപ്പം ജസ്റ്റ് കയറി വന്നതേ ഉള്ളൂ എന്ന് പറയാൻ കാലിക്കറ്റ് പോയതായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇറങ്ങുന്നുണ്ട്. അതൊക്കെയാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഞങ്ങൾ തിങ്ങിയെടുത്തി. പരിപ്പമ്പയിൽ നിർത്തി തരുമോ? അളിയെ വിളിച്ച്. എന്നിട്ട് കണ്ടക്ടർ എന്ത് പറഞ്ഞ്? ഞാൻ അവനോട് പറഞ്ഞില്ല, താമരശ്ശേരി VSന്റെ ഭാര്യയായിരുന്നു. ശരി ഗൈസ്, ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഉള്ളത് പറഞ്ഞു തരാം. ഞാൻ ഇവിടുന്നൊരു 3 മണി 4 മണി ആയ സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു ഗോൾഡ് മാറ്റേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പോയതായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ജ്വല്ലറി കയറി. അപ്പോൾ അവിടെ എനിക്ക് പറ്റിയ വെയ്റ്റിന് അവിടെ സാധനം ഇല്ലാത്തതുകൊണ്ട് പിന്നെ മലബാർ ഗോൾഡ് പോയി. അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ച വെയ്റ്റിനെക്കാട്ടിലും 1/2 പവൻ കൂടുതൽ. ഞാൻ 5.5 പവനാണ് ഉദ്ദേശിച്ചത്. മലബാർ ഗോൾഡിൽ 6 പവനാണ് ഉള്ളത്. അത് പിന്നെ കട്ട് ചെയ്ത് വിളക്കിച്ച് ഒക്കെ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അവളെ KSRTCയിൽ കൊണ്ടുപോയി ബസ് കയറ്റി ഷിഫ്റ്റിലാണ് കയറിയത്. അപ്പോൾ അവർ പരിപ്പുംപോയിൽ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അവർ പരിപ്പുംപോയിൽ ഇറക്കൂല, അതാണ് പിന്നെ താമരശ്ശേരിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞ് പരിപ്പുംപോയിൽ ഇറക്കി തരുമെന്ന് പറഞ്ഞ്. എന്തോ ഒരു റൂളുണ്ട്, 10 മണിക്ക് ശേഷം KSRTC എവിടെയാണോ ലേഡീസ് പറയുന്നത് അവിടെ അങ്ങനെ നിർത്താൻ എന്തോ ഒരു റൂളോ എന്തോ സംഭവമുണ്ട്. എന്തായാലും അളിയൻ വിളിച്ച് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് ഞാൻ ബുക്ക് ചെയ്തോൽക്കാണ് ബാംഗ്ലൂർക്കുള്ള വണ്ടി. അയാളോട് ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു പരിപ്പുംപോയിൽ നിർത്തൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതോടൊരു KSRTC ടിപ്പോൻ്റെ മുമ്പിൽ മാത്രമേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു KSRTCയിലെ VSൻ്റെ ഭാര്യയാണ് എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചൊരു മഴയായി. അളിയനും KSRTCയിലാട്ടോ. അപ്പം അങ്ങനെയാണ് ജസ്റ്റ് വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പം വീട്ടിൽ വന്ന് നിങ്ങൾ കൊടുവള്ളിയിൽ നിന്നാണോ ലൈസൻസ് എടുത്തത്? അതെ, ഞാൻ കൊടുവള്ളിയിൽ നിന്ന്. ഹെവി ഇട്ടോ. കൊടുവള്ളി എന്തായാലും ഒരു ഷെരീഫ് കാ എന്ന് തോന്നുന്നു. എൻ്റെ കൂടെ ലൈസൻസ് എടുക്കാൻ ഉണ്ടായിരുന്നോ? നീ മുസ്ലിമാണോ? അല്ലടാ, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഹലോ സിസ്റ്റർ, നിങ്ങൾ പുതിയ ആണോ എന്ന്? അല്ലെ ഞാൻ പുതിയ ആളാണെന്ന്? റഫീഖ പുതിയ ആളാണെന്നാണോ ഉദ്ദേശിച്ചത്?
സിനിമയിൽ അഭിനയിച്ചുകൂടെ? ആരെങ്കിലും ചാൻസ് തരണ്ടേ? എന്നാലല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. 2 ദിവസം മുമ്പ് ടൂറ് പോയതായിരുന്നു. നല്ല മഴ, നല്ല കോട. അപ്പം ഒരാഗ്രഹം റീലെടുക്കാൻ. ചുരത്തിൽ നിർത്തി റീലെടുത്ത് തീം തരികിടതോ ദേ കിടക്കുന്ന ചുവ. ഹായ് ചേച്ചി, ഹായ്. അപ്പം ഞാൻ ഒരുപാട് സമയമൊന്നും ലൈവിൽ നിൽക്കില്ല. എനിക്ക് മെഡിസിനൊക്കെ കഴിക്കാനുണ്ട്, മേലേക്ക് ഫ്രഷ് ആവണം. ഞാൻ നിങ്ങളെ ലൈവിൽ പുതിയ ആളാണ്. ഓക്കെ, KSRTCയിലാണോ? KSRTC ഡ്രൈവർ എന്ന് കാണിക്കുന്നത്. എൻ്റെ ഫാമിലിയൊക്കെ KSRTCയിലാട്ടോ. അരുണും KSRTCയിലാണ്. ജീവിതത്തിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയില്ലേ? ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ സിനിമ നടിയായിട്ടോ അഭിനയിക്കുന്നത്. ജാസ്മിനെ കുറിച്ച് എന്താ അഭിപ്രായം? പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. നമ്മൾ മറ്റൊരാളെ പറ്റി നല്ലതോ മോശമോ പറയണമെങ്കിൽ നമ്മൾ നല്ലതോ മോശമോ ആയിരിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലതാണെന്ന് ഒരിക്കലും പറയൂല. അതുകൊണ്ട് ഞാൻ മറ്റൊരാളെ കുറിച്ച് അഭിപ്രായം പറയാൻ നിൽക്കൂല. കാരണം തെറ്റുകളും കുറ്റങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ല. ഗൈസ് 11 മണിയായില്ലേ? ഇപ്പോഴാണ് ഗൈസ് വീട്ടിൽ വന്ന് കയറിയത്. ഞാൻ ഒരുപാട് നാളുകളായി ഞാൻ ലൈവിൽ വന്നിട്ട്. കണ്ടപ്പോൾ സന്തോഷം. ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാലിക്കട്ട് പോയിട്ടുണ്ടായി. എന്തിനാണ് ഇപ്പോൾ കാണിച്ചു തരാം, 1 മിനിറ്റ്. ഗൈസ് ഞാൻ ചെറിയൊരു സാധനം എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു നസീമ ഉറങ്ങാനായില്ലേ? ഞാൻ ഇപ്പം പോയി കവക്കൂടെ വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം ഒരു ലൈവ് ഇട്ടേക്കാമെന്ന് കരുതി. ഞാൻ ഒളിക്ക് പോന്നു. ഞാൻ പുതിയ ആളാണ്. എന്താ തൻ്റെ പേര്? എൻ്റെ പേര് ബസന്തി. ഈ ലൈവിൽ കയറുന്നതിൻ്റെ മുമ്പ് ആളുടെ പ്രൊഫൈല് ആളുടെ പേരും കാണിക്കല്ലോ, കമ്മൽ സൂപ്പർ. ഹസ് വരുന്നോ? ഹസ് വരുമോ എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ഗോൾഡ് കാണിക്കാതെ എന്താ ആരും വിശ്വസിക്കൂലിട്ടാന്ന്. എന്നാ പിന്നെ വിശ്വസിപ്പിച്ച് എനിക്ക് ഇത് ബില്ല് മേടിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ആ മാല സ്വർണ്ണമാണോ? എനിക്ക് തരുമോ? തരാമല്ലോ. ബില്ല് പേ ചെയ്തതിൻ്റെ 21,663 രൂപ. ഒന്നിൻ്റെ മേക്കിംഗ് ചാർജ് ഗൈസ്, മേക്കിംഗ് ചാർജ്. അപ്പം ആരും വിശ്വസിക്കുന്നില്ലെങ്കിലും വിശ്വസിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇന്നും നാളെയും മറ്റന്നാളും ഇടൂല. മറ്റന്നാൾ 1-ാം തീയതി അങ്ങാണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പം അങ്ങനെയാണ്, എന്താണ്, എവിടെ നിന്നെടുത്തതാണ്, എങ്ങനെയാണ് എന്നൊക്കെ. നീ എന്താ അരുണുമായി വഴക്ക് കൂടിയത്? ഞാനെപ്പോഴും അരുണായിട്ട് വഴക്ക് കൂടിയേ? നിനക്ക് നല്ല കുടുംബം ഉള്ളതല്ലേ? നല്ല രീതിയിൽ ജീവിച്ചൂടെ? എനിക്ക് നല്ല കുടുംബം ഉണ്ടെന്ന് ആര് പറഞ്ഞു? എൻ്റെ കുടുംബമൊക്കെ മഹാപശക. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും സ്വന്തം വീട്ടുകാരാണെങ്കിലും ഒക്കെ മഹാപശക. പിന്നെ ഞാനിങ്ങനെ നല്ല കുടുംബം. മുത്തേ മാല സൂപ്പർ. രസിയത്ത തന്നെയാണെന്ന് വിചാരിക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. 1-ാം തീയതി പോസ്റ്റ് ചെയ്യുക. അതിന് മുമ്പ് പോസ്റ്റ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 1-ാം തീയതി പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ ഗോൾഡ് മേടിക്കാൻ പോകുന്ന ആൾക്കാരും അവർക്കൊക്കെ
യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നത്. എൻ്റെയൊക്കെ വിചാരം എന്ന് വെച്ചാൽ മലബാർ ഗോൾഡൊക്കെ നമ്മുടെ കഴുത്തറുപ്പം മറ്റേ മേക്കിംഗ് ചാർജാണ്, മറ്റുള്ളത് എന്താ പറയുക ലോ പ്രൈസാണ് എന്നൊക്കെ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഗൈസ്, എല്ലായിടത്തും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അത് ഇന്ന് എനിക്ക് അനുഭവത്തിൽ മനസ്സിലായി. കാരണം ഞാൻ ഇന്ന് ഒന്ന് റീഗലിലായിരുന്നു പോയത്. ഒരു KK ചേട്ടൻ ഉണ്ടല്ലോ, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, റീഗൽ ജ്വല്ലറി, KK ചേട്ടൻ്റെ ജ്വല്ലറിയിലായിരുന്നു പോയത്. പക്ഷെ വളരെ മോശം അഭിപ്രായമാണ് എനിക്ക് അവിടുത്തെ സെയിൽസ്മാനെ പറ്റി. വളരെ വളരെ മോശം അഭിപ്രായമാണ്. അവർ എന്താ പറയുക, നമ്മൾ ചന്തയിലൊക്കെ ചെന്നാലുണ്ടാവുമല്ലോ നമ്മളടുത്തൊരു പെരുമാറ്റം, അതേപോലെ അവർക്ക് അവിടുന്ന് മേടിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് കിടക്കാം എന്നുള്ള മട്ടിലും. കാരണം ഞാൻ ചോദിച്ചു കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് പെട്ടെന്ന് തരുമോയെന്ന് ചോദിച്ചു. കാരണം ഞാനൊക്കെ എന്ന് വെച്ചാൽ റീഗലിലൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. എൻ്റെ ഈ ഒരു വള ഞാൻ ഇന്ന് കൊടുത്ത ഒരു വള ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ട്. ആ വളയാണെങ്കിലൊക്കെ റീഗലിൽ നിന്ന് മേടിച്ചതാണ്. കണ്ണനെ വരച്ച് ക്യാഷ് ഉണ്ടാക്കി വാങ്ങിയതാണോ മല എന്ന് പറയാനും പറ്റില്ല, എന്ന് വെച്ച് അല്ല എന്ന് പറയാനും പറ്റില്ല. എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് യൂട്യൂബ് വരുമാനമുണ്ട്, എനിക്ക് എൻ്റെ ഭർത്താവുണ്ട്. അപ്പം എല്ലാം കൂടി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് റീഗലുകാർ വിചാരിച്ച് ഞാൻ അവിടെ തന്നെ കുത്തിരിഞ്ഞ് നിൽക്കുന്നു. ഞാൻ നേരെ മലബാർ ഗോൾഡിലെ മാനേജറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റീഗലിലാണുള്ളത്, 2.5 ആണ് ഇവിടെ മേക്കിംഗ് ചാർജ് പറയുന്നത്, ഇന്ന മാലയാണ്. ഞാൻ ഇതല്ലായിരുന്നു കേട്ടോ, വേറൊരു മുല്ലമാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്, അതായിരുന്നു ഞാൻ നോക്കിയത്. ഞാൻ പറഞ്ഞു ഇന്ന മേക്കിംഗ് ചാർജാണ് പറയുന്നത്, ഞാൻ എന്ത് ചെയ്യണം, അങ്ങോട്ട് വരണോ റീഗലിൽ നിൽക്കണം. ഞാൻ ഇപ്പോൾ ഒരു മലബാർ ഗോൾഡ് വരണം, നിങ്ങളിങ്ങ് പോരി. നല്ല അടിപൊളി ഇതാ. ഞാൻ മലബാർ ഗോൾഡിൽ ഒന്ന് ഓണറാണ്, അങ്ങനെ പറയുന്നത് ഞാൻ മിതമായ കൂലിയാണ് വാങ്ങുന്നത്. മലബാർ ഗോൾഡിൻ്റെ ഓണറുടെ പേര് ഷംസീർ എന്നല്ല എന്ന് എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ പേര് ഫൈസലോ. അതായത് ഇതുവരെ നേരിൽ കാണാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ബാക്കിയുള്ള സ്റ്റാഫുകളെയും മാനേജർമാരെയും ഒക്കെ ഞാൻ അറിയും കേട്ടോ. പക്ഷെ അവിടെ പോയാൽ എന്താണെന്നറിയോ, ചിലതിന് മേക്കിംഗ് ചാർജ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കമ്മലൊക്കെ മലബാർ ഗോൾഡിൽ നിന്ന് കസ്റ്റമേഴ്സ് ചെയ്യിച്ചിട്ട് എടുത്തൊരു സംഭവമാണ്. നല്ല മേക്കിംഗ് ചാർജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോർമല് മറ്റൊരു ജ്വല്ലറിയും ഇതും നോക്കുക വെച്ചാൽ നോർമലി കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. മലബാർ ഗോൾഡിൽ ചെട്ടിനാട് അതിനൊക്കെ ഭയങ്കര എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ഒരു ആനയുടെ കമ്മൽ. പക്ഷെ നല്ല മേക്കിംഗ് ചാർജാണ്, ചെട്ടിനാട് കളക്ഷൻ ആയതുകൊണ്ട്. ഇവിടെ റേറ്റ് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പണികൂലി ഇല്ലാതെന്നും പറയുന്നില്ല. പക്ഷെ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങൾക്കാണ്. സ്വർണം നിന്നെ മരണത്തിലേക്ക് അടുപ്പിക്കുക. ആയിക്കോട്ടെ, മരിക്കുന്നെന്ന് പറയുന്നത് ഇന്നായാലും നാളായാലും മറ്റന്നാളായാലും ഞാനായാലും ഈ പറഞ്ഞ ആരായിരുന്നു കരീമായാലും അല്ല കബീറായാലും ഒക്കെ മരിക്കും. എല്ലാ വീഡിയോസും കാണാറുണ്ട് മുത്തേ, താങ്ക് യു. പുതിയ വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ ആകെ ടയേർഡായിട്ടുള്ളത് പറയുന്നതിന് എന്താ, എനിക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ. പണിക്കൂലി വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, സ്വർണം ഒരേ വില തന്നെ. സ്വർണത്തിന് എല്ലായിടത്തും ഒരേ വില തന്നെ, എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. സ്വർണത്തിന് ഇന്ന് 76,960 രൂപ ഉണ്ട് സ്വർണത്തിന്. ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാലും. പക്ഷേ റീഗൽ പറയുന്നത് ഇതാണ്, നാം ഹോൾസെയിൽ റേറ്റാണ്. സ്വർണത്തിനല്ല, മേക്കിംഗ് ചാർജ്. എവിടെ പോയാലും സ്വർണത്തിന് ഒരേ വില തന്നെയായിരിക്കും. കള്ളന്മാർ നിന്നെ പിടികൂടും. പോന്നോട്ടെ, ക്യാമറ വെച്ചിട്ടുണ്ട് ചേട്ടാ. അങ്ങോട്ട് പിടികൂടുന്നതിൻ്റെ മുമ്പ് പിടിക്കപ്പെടും. 24 hours മറ്റേ എൻ്റെ ഭർത്താവ് അവിടെ കിടന്നിട്ട് 24 hours വാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയാലും ആരായാലും പിടിക്കപ്പെടും, അതുകൊണ്ട് പേടിക്കണ്ട. കാതിലുള്ള സ്വർണ്ണമാണ്, അതെ മലബാർ ഗോൾഡിൽ നിന്ന് മേക്ക് ചെയ്യിച്ചതായിരുന്നു, കസ്റ്റമേഴ്സ് ചെയ്ത്.
ഇന്നേക്ക് ചെന്നൈ സോറി ഗൈസ്. അപ്പം അങ്ങനെയാണ്. ചുമച്ച് ഞാൻ ചാവും തോന്നുന്നു ഗൈസ്. മോളെ ചുമൻ്റെ മരുന്നൊന്നും എടുത്തേ. ഏതാള് സത്യം പറയാച്ച ഞാൻ ചുമച്ച് എൻ്റെ അണ്ണാക്കൊക്കെ പൊട്ടുന്നു. ചുമൻ്റെ മരുന്നേടാ മോനെ. നല്ല മരുന്നായിരുന്നു. എന്നെ പോലെ ഒന്നുമല്ല. ഞാനത് കുടിക്കും. നമുക്ക് അടക്ക് എന്നാ അതാട്ട് കൊണ്ടോളൂ. കർത്താവേ എന്താ ടേസ്റ്റ്? സ്ട്രോബെറിൻ്റെ ടേസ്റ്റ് അല്ലേ? ആ നല്ല ടേസ്റ്റാ. മുത്തേ വായ് 5 മില്ലി ഓക്കാ. ഞാൻ വലിയ ആളാ. കുറച്ച് ചാവാനാന്നില്ല. അമ്മനെ പൂനൂരമ്മയും അളയുടെ ചാച്ച ഈറ്റാൻ മരുന്നയും എന്നെ ഗൈസ് എന്നപ്പടി കുടിപ്പിച്ചിട്ട് ഒറ്റ തുപ്പ് അല്ലേ. എൻ്റെ ജ്വല്ലറി വന്നാൽ ഫ്രീ ആയിട്ട് മാല തരാം. സലീനൻ്റെ ജ്വല്ലറിൻ്റെ പേരോട് പറയാം. കുട്ടിക്കാലത്ത് മരുന്ന് കുടിക്കാനും എന്നെപ്പോലെ മടിയുള്ള ഒരാൾ വേറെ അല്ലായിരുന്നു. നമ്മളത് കൈയൊക്കെ ഓർമ്മ വരും. എൻ്റെ ഉമ്മയും എൻ്റെ വാപ്പയുടെ സിസ്റ്ററോടും എൻ്റെ ഉമ്മയുടെ കാലിൻ്റെ മുകളിലും കൊണ്ട് കിടത്തിയിട്ട് കയ്യിലിക്കണം ഉണ്ടല്ലോ, പണ്ടത്തെ ചിരട്ടക്കൈയിലില്ലേ, അതിൻ്റെ കയ്യിലിക്കണം കൊണ്ട് വായിലിട്ടിട്ട് കുടിപ്പിക്കുന്നൊരു കുടിപ്പിക്കലുണ്ട് ഗൈസ്. അത് ശരിക്കും ഈ മരുന്ന് കുടിച്ചപ്പോൾ ആ ഒരു ഫീല്. തലക്ക് സുഖമില്ലാതാണ് മരുന്ന് വിളിക്കുന്നതെന്നോ കുട്ടിക്കുന്നതെന്ന് പറയടാ. തലക്ക് സുഖമില്ലാത്ത ആൾക്കാർക്ക് മരുന്ന് കുടിക്കണ്ടേ? എന്തെങ്കിലും ഒരിക്കൽ അവർക്ക് തലക്ക് സുഖമാവണ്ടേ? അതുകൊണ്ട് മരുന്ന് കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കട്ടൻ ചായയിൽ മധുരമിടാതെ നാരങ്ങ പിഴിഞ്ഞ് കുടി. എൻ്റെ പൊന്നോ. പിന്നെ ചുമച്ച് ഇന്നലെ തുടങ്ങിയ ചുമയാണ്. എന്നാലും ഞാൻ സത്യം പറയാച്ചാൽ കിടന്നുറങ്ങിയിട്ടില്ല. ഇന്നും ഉറങ്ങാത്തൊരവസ്ഥ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ചുമയുടെ മരുന്ന് കുടിച്ച് അണ്ണാക്കിന് നല്ല സുഖം. ചുമച്ചിട്ട് അണ്ണാക്കൊക്കെ പൊട്ടിക്ക് ഗൈസ്. അരുൺ എനിക്കെന്തു അയക്കുന്നേ സിസ്റ്റർ. ഹലോ, എത്തിയോ? സിനുണ്ടായിഞ്ഞോ? ആയിക്കേ, എന്നാൽ ശരി. എൻ്റെ സിസ്റ്റർ ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. ഞാൻ 11 മണിയായപ്പോൾ ഞാൻ എത്തിയത്. അപ്പോൾ ഏതായാലും ഞാൻ നല്ല വൈൻഡപ്പ് ചെയ്യട്ടെ. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? ഫുഡ് കഴിച്ചായിരുന്നടാ. ഫുഡ് പുറത്തുനിന്ന് കഴിച്ചതാണ്. ഇന്നും അൽഫാം കഴിച്ചത് ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ നല്ല വൈൻഡപ്പ് ചെയ്യട്ടെ. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ ഏകദേശം 100 ആളടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ചേച്ചി എന്തായിപ്പോയെന്ന് കാഫിറായിപ്പോഴോ? അതെ, കാഫിറായിപ്പോയി. കാഫിറിന് എന്തെത്താ, ജീവിക്കണ്ടേ? ഈ തള്ളൻ്റെ മൂക്ക് കാണുമ്പോൾ അറപ്പ് തോന്നുന്നു. ഈ തള്ളൻ്റെ മൂക്ക് കാണുന്നതിന് അറപ്പ് തോന്നുന്നുണ്ട്. ഈ തള്ളൻ്റെ ലൈവിൽ എന്നാത്തിന് കയറുന്നതാ വെച്ചേ? 743 ആൾക്കാർ ലൈവ് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെ മെസ്സേജ്, ഇന്ന് ആരും ഉറങ്ങണ്ടേ മക്കളെ? ഹായ് ചേച്ചി, ഗുഡ് നൈറ്റ്. അതെ, ഗുഡ് നൈറ്റ്. മാതാപിതാക്കൾ ഹജ്ജിന് എന്തായിരുന്നു? ഹജ്ജിന് പോകാനാവണ്ടേ? നമ്മൾ കൊടുത്തിട്ടൊക്കെ കിട്ടണേ. ഗവൺമെൻറ് 5 വർഷം കഴിയല്ലേ കിട്ടണമെങ്കിൽ.
എൻ്റെ ഉമ്മയും വാപ്പയും കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. കൊടുത്തിട്ടിട്ട് ഏകദേശം 3-4 വർഷമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മായിക്ക്, വാപ്പയുടെ പെങ്ങൾക്ക് കൊടുത്തിട്ട് ആ വർഷം തന്നെ കിട്ടിയിട്ടോ. ഓരോരുത്തരുടെ ഭാഗ്യമാണ്. ചാനൽ നെയിം ചേഞ്ച് ചെയ്യടി. ഓ ചെയ്യാം കേട്ടോ, ഇപ്പം തന്നെ ചെയ്യാവേ, ഒരു 10 മിനിറ്റ് ചെയ്യാം കേട്ടോ. നീ കാഫിറോ എന്ത് തേങ്ങയോ വേണമെങ്കിലായി. ഞാനല്ലല്ലോ പറഞ്ഞത് ഞാൻ കാഫിറാണെന്ന്. പേരെന്താണ്? ബസന്തി. നീയും കൂടി പോകൂ ഹജ്ജിന്. ഞാൻ പോകുന്നില്ല, എനിക്ക് അത്തരം കാര്യങ്ങളിൽ വിശ്വാസവും ഇല്ല. പിന്നെ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വാസമുള്ളവർ പോയാൽ പോരെ. എൻ്റെ മാതാപിതാക്കളെ വിശ്വസിക്കുന്നുണ്ടോ, അവർ പോയിക്കോട്ടെ. അമ്മ അച്ഛൻ, അല്ല അച്ഛൻ അമ്മ എന്ന് വിളിക്കുമോ? അച്ഛനായാലും അമ്മയായാലും അമ്മ തന്നെ. നമുക്ക് ആദ്യാക്ഷരം പഠിപ്പിക്കുന്നത് ആ അമ്മ തന്നെ അല്ലേ, അല്ലാണ്ട് ഉമ്മ എന്നല്ലല്ലോ പഠിപ്പിച്ചതിനേക്കാൾ. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനായാലും ആദ്യാക്ഷരം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ആ അമ്മ എന്നാ. അല്ലാതെ നീയൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്ന് പറഞ്ഞിട്ട് ആരും പഠിപ്പിക്കൂല കേട്ടോ. അപ്പം അമ്മാന്നും ഉമ്മാന്നും അമ്മായി എന്ന് വിളിച്ചാലൊക്കെ കണക്കാണ്. ഒന്ന് പോയി ഉറങ്ങടി പോത്തേ. ശരിയരുമേ. ഹൈതാ എൻ്റെ പൊന്നാര മക്കളെ, 1559 ആൾക്കാർ ലൈവ് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കും ഉറങ്ങണ്ടേ ഗൈസ്? ഫുഡ് കഴിച്ചോടാ പ്ലീസ്. ഞാൻ സ്ലീപ്പുന്നില്ല, എനിക്കിന്ന് ശിവരാത്രിയാണ്. ജസ്ന ശുഭരാത്രി. തേങ്ങയല്ല മാങ്ങ പൊടി പ്ലേ. ഓക്കെ, ഗുഡ് നൈറ്റ് ശശി. ആദ്യ അക്ഷരം അമ്മ അല്ല. ഞാൻ ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്കിപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടതാ, ഉമ്മയല്ല അമ്മ എന്ന് പറയടി. അമ്മ എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരൊക്കെ നഴ്സറി പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് ഇനിയിപ്പോൾ സ്കൂളിലാണെങ്കിലും ആദ്യാക്ഷരം ആ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുക. അവിടെ ഇപ്പം മുഹമ്മദ്, ഖാലിദ്, ഫാത്തിമ എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നീ മുസ്ലിമാണോ എന്നാൽ പിന്നെ ഇനി ഉമ്മ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആദ്യാക്ഷരം പഠിപ്പിക്കുന്നില്ല കേട്ടോ. ഹായ് അക്ക, ഹായ് ചേച്ചി, ഹായ്, ഹലോ, ലവ് യു. ചായ കുടിച്ചോന്നോ ഈ നട്ടപ്പാതിരക്ക്? പഴയൊരു നടിയുടെ ലുക്കുണ്ട്. ആ പഴയ നടി എവിടെയാ? എന്നെ പറഞ്ഞാൽ മക്കളെ, 1887 ആൾക്കാർ ഇപ്പം ലൈവ് കാണുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്കൊന്നും ഉറക്കില്ലേ? ഈ തെറിത്താത്തയെ പറ്റി 2 വാക്ക്. തെറിത്താത്ത നല്ലതാണ്. തെറിത്താത്ത നന്നായിട്ട് തെറി വിളിക്കും. തെറിത്താത്തനെ വെല്ലാൻ തെറി വിളിക്കാൻ ലോകത്ത് ആരുമില്ല. തെറിത്താത്തയുടെ മക്കളെ പറഞ്ഞാൽ കുരു, നമ്മളെ മക്കളെ പറഞ്ഞാൽ അല്ല തെറിത്താത്തയുടെ മക്കളെ പറഞ്ഞാൽ കുരു, നമ്മുടെ മക്കളെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതാണ് തെറിത്താത്ത. ജലാലെ, ഞാൻ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. കണ്ണിൻ്റെ ഫോട്ടോ പണിയില്ലേ? ഫോട്ടോ പണിയൊക്കെ ഉണ്ട്. ഞാൻ ഏകദേശം ഒരു 3-4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോഴാണ് വന്ന് കയറുന്നത്. ഞാൻ ഇങ്ങനെ വിചാരിച്ചത്, ഞാൻ ഒരു സമയത്ത്, ആ ഒരു സമയം ഏതാണെന്ന് ഞാൻ ഏതായാലും ഇവിടെ പറയുന്നില്ല. ഒരു സമയത്ത് ഒരു ദിവസം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. 11:30 പെരും മഴയത്ത് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ടിട്ട് കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള കുറേ ആൾക്കാർ പറഞ്ഞു ഷെൽട്ടർ ഹോമിൽ നിർത്താം, നിങ്ങൾക്ക് രാവിലെ പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ പോകാം. ഇവിടെ നാമോനോ ഹോണടിച്ച് തുറന്നു നോക്കണ്ട. ആയിരിക്കും, അറിയില്ല. എന്നിട്ട്
ഞാൻ വല്ലാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ 11:30 ആയ സമയത്താണ് ഞാൻ കോഴിക്കോട് നിന്നിട്ട് കൊയിലാണ്ടിയിലേക്ക് 2 വീലറിൻ്റെ മുകളിൽ പെരും മഴ അല്ലേ. എൻ്റെ മകളെന്ന് പറയുന്ന മകളായാലും മകനായാലും 2 വീലറിൻ്റെ മുകളിൽ കയറുമ്പോഴേക്കും ഇവർ ഉറങ്ങുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, പഠിച്ചോനെ ഇവർ ഉറങ്ങിപ്പോയാൽ ഞാൻ എന്താ ചെയ്യുക, ഒരു പിടുത്തമില്ല. 11:30 ആയിട്ടുണ്ട്. അതിനെക്കാട്ടിലപ്പുറം ഞാൻ വിചാരിക്കും ഒരു ഗട്ടറിൽ ചാടിയിട്ട് വണ്ടി ഒന്ന് പഞ്ചറായാൽ 2 മക്കളെയും കൊണ്ട് ഞാൻ റോട്ടുമേൽ നിൽക്കുന്ന ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ. അപ്പം ഞാനിന്നിങ്ങനെ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് ആ ഒരു ദിവസത്തെ ഞാനിങ്ങനെ ആലോചിച്ചു ഗൈസ്. എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ദിവസം കയറുന്നു പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ 10 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാറുണ്ട് കേട്ടോ പൂനൂരിന്ന്. അപ്പം എൻ്റെ അമ്മ പറയുന്നൊരു കാര്യമാണ്, ആരെങ്കിലും വണ്ടിക്ക് കൈ കാട്ടിയാൽ നിർത്തരുത്, വണ്ടി എന്തെങ്കിലും കാരണവശാൽ വൈക്കലായാൽ പുറത്തിറങ്ങരുത്. അമ്മമാരുടെ ഒരു കെയറിങ്ങേ. അവനോട് എപ്പോഴും പറയും ഈ സമയത്തൊക്കെ നമ്മളിപ്പം പറഞ്ഞു സത്യം കേട്ടോ. നമ്മളിപ്പോൾ 11 മണി ഞാൻ ഇവിടെ പുതിയ ബൈപ്പാസ് പുതുതായിട്ട് വരുന്നുണ്ട്, അപ്പം അതിലേ കയറാൻ പറ്റും. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം അതേ ഉള്ളൂ. അതെന്ന് വെച്ചാൽ ഒരു വിജനമായ സ്ഥലമാണ്. ഒന്ന് വണ്ടിയുടെ ടയറ് പഞ്ചറായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ സദാ റോട്ടിൽ തന്നെ വന്നു. 1617 ആൾക്കാർ ലൈവ് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് പിന്നെ അടിക്കാത്തൊക്കെ നിങ്ങളെ ഇഷ്ടം. ഏതായാലും ഞാൻ പറഞ്ഞാൽ ഒരു 100-200 ആൾക്കാരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ വർഷം തന്നെ 100K ഫോളോവേഴ്സ് ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ ഓരോരുത്തർ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യട്ടെ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് പറയാൻ പുറത്തു പോയതായിരുന്നു. കൃഷ്ണൻ പോലും കൈവിട്ട ശാപം പിടിച്ചവൾ. അയ്യോടാ, കൃഷ്ണൻ കൈവിട്ട കാര്യം നിന്നോട് പറഞ്ഞായിരുന്നോ? അറിയില്ലായിരുന്നു കേട്ടോ. ഈ തെറി വിളിക്കുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ടൊന്ന് നിങ്ങളുടെ ഉമ്മാനെയും പാപ്പാനെയും ഒന്ന് തെറി വിളിച്ച് നോക്കിക്കൂടെ? എന്നിട്ടല്ലേ ഈ ഓൺലൈനിലൊക്കെ കയറിയിട്ട് അന്യ സ്ത്രീകളെ തെറി വിളിക്കുന്നത്? ആദ്യം സ്വന്തം വീട്ടിലുള്ള ആൾക്കാരെ ഒന്ന് തെറി വിളിക്കുക, എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് തെറി വിളിക്കുക. അതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും ഒരു 27 മിനിറ്റായി, 28 മിനിറ്റ് ആവാറായി, 30 മിനിറ്റായിട്ട് പോവാം. അത്രയും നേരം ഞാൻ നിങ്ങളുടെയൊക്കെ എത്രയും കൃഷ്ണനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നിൻ്റെ വലിയ മാല എത്ര പവനാണ്? മാല മാത്രം 5.5 പവനുണ്ട്, ലോക്കറ്റ് 2 പവനും. കൃഷ്ണനോട് ദിവസവും പ്രാർത്ഥിക്കാറുണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഹാളിൽ ഏകദേശം ഒരു 5-6 കണ്ണന്മാരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ കണ്ണാന്നൊരു വിളി വിളിക്കും. ആ വിളി കേട്ടിട്ടില്ലേ പിന്നെ ഏത് വിളിയാണ് കേൾക്കുകയല്ലേ? മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ? ഞാൻ ഹിന്ദുവാണ്. തള്ളാണെങ്കിലും കേൾക്കാൻ ഒരു രസവുമില്ല. ഞാൻ ഇപ്പം ജസ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടേ ഉള്ളൂ. ബില്ല് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഒറിജിനൽ ബില്ല് കിട്ടിയില്ല കേട്ടോ ഗൈസ്, കാരണം ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ അവർ പറഞ്ഞു വാട്സപ്പ് ചെയ്ത് തരാം. ഇതവർ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ബില്ല് സഹിതം ഇതുകൊണ്ട് ബില്ല് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അപ്പം തള്ളല്ല, ഒറിജിനലാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായില്ലേ? ബോക്സ് ഇവിടെ കിടപ്പുണ്ട്. ഇനിയും തിരക്കിടന്നോ. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ 1-ാം തീയതി പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും ഒന്ന് കാണുക. അപ്പം അസ്സലാമു അലൈക്കും. അത് ഇവിടെ സ്വീകരിക്കാത്തതാണ്, എന്നാലും കുഴപ്പമില്ല. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം എല്ലാവരോടും എന്താ മലരെ മോനെ? അപ്പം എല്ലാവരോടും മെസ്സേജ് അയച്ച എല്ലാവരോടും 2000
164 ആൾക്കാർ. എനിക്ക് അത്ഭുതം എന്താണെന്നറിയാം, ഞാനിങ്ങനെ വാച്ചസിൻ്റെ എണ്ണം പറയാൻ കാരണം എന്താ വെച്ചാൽ ശരിക്കും അത്ഭുതമായിട്ടാണ്. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് 11:30 സമയത്തൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ ലൈവിലുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെ. പിന്നെ എല്ലാവരും കിടക്കുന്ന സമയത്താണല്ലോ ഫോണും നോക്കിയിരിക്കുക, അതും അതുകൊണ്ടാണ്. പിന്നെ പുറം രാജ്യങ്ങളിൽ നിന്നാണ് കാണുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും എല്ലാവരോടും ഞാൻ മെല്ലെ ബൈ പറയാണ്. എൻ്റെ യൂട്യൂബ് നോക്കുന്ന ആളിൽ നിന്ന് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്ക്രീനിൻ്റെ അകത്ത് വാച്ചേഴ്സിൻ്റെയും ലൈക്കിൻ്റെയും ഇപ്പുറത്തായിട്ട് ഒരു ഡോളറിൻ്റെ ചിഹ്നോടെയും വന്നിട്ട്, പക്ഷേ ഡോളർ ഇതുവരെ കയറിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം മെസ്സേജ് അയച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ ലൈക്ക് അടിക്കുന്ന ആൾക്കാരോടും ലൈക്ക് അടിച്ച ആൾക്കാരോടും പിന്നെ തെറി വിളിച്ച ആൾക്കാരോട് വീട്ടിൽ പോയിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വീട്ടിലുള്ള ആൾക്കാരെ വിളിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം ലൈവിൽ വന്നിങ്ങനെ വിളിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ ഒന്ന് വീട്ടിൽ ഉമ്മാനെയും വാപ്പാനോടും ഒന്ന് തെറി വിളിച്ച് പഠിക്കുക. അപ്പോൾ അവരോട് തെറി വിളിക്കുക, എന്നിട്ട് ലൈവിൽ വന്ന് വിളിക്കട്ടോ. അപ്പം മെസ്സേജ് അയച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഗുഡ് നൈറ്റ് പറയാണ്. സ്വീറ്റ് ഡ്രീംസ്, നല്ലൊരു നൈറ്റ്, എന്താ പറയുക, കൂളാൻഡ് കാമായിട്ട് കിടന്നുറങ്ങാൻ പറ്റട്ടെ. അരുൺ അയ്യാ എന്തോ അയച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.